ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒ പിയിലേക്ക് ഒരു കുട്ടിയും അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസമായിട്ട് പനിയുണ്ട്. പിന്നെ റൈറ്റ് സൈഡ് മൂക്കിൽ മാത്രം ഒരു ബ്രൗൺ കളർ ഡിസ്ചാർജും പിന്നെ ഈ റൈറ്റ് സൈഡ് മൂക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് വേദനയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ ഒ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ സംശയിക്കേണ്ടത് മൂക്കിൻ്റെ അകത്ത് എന്തെങ്കിലും ഫോറിൻ ബോഡി എന്തെങ്കിലും മുത്തോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അവർ അങ്ങനത്തെ ഹിസ്റ്ററി ഒന്നും പറഞ്ഞില്ല. എന്നാലും ഞാനൊരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കി. എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ മൂക്കിനകത്തൊരു മെറ്റാലിക് ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. സ്ലോലി ഞാനത് പുറത്തേക്ക് എടുത്തപ്പോൾ അതൊരു ബാറ്ററി ആയിരുന്നു. അപ്പോൾ ഈ ബാറ്ററി മൂക്കിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവശം മൊത്തം ദ്രവിച്ച് തുടങ്ങും. അപ്പോൾ ബാറ്ററി അകത്തിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന വ്യത്യാസമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. മറ്റ് ഫോറിൻ ബോഡിയിൽ നിന്ന് വ്യത്യാസമായിട്ട് ബാറ്ററി മൂക്കിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവശം മൊത്തം ദ്രവിക്കാനും ആ മൂക്കിൻ്റെ പാലത്തിന് ഹോൾ വരെ വിടാനുള്ള സാധ്യത ഉണ്ട്. കുട്ടികളിൽ പനിയും ഒരു മൂക്കിൽ നിന്ന് മാത്രം എന്തെങ്കിലും തടസ്സവും അല്ലെങ്കിൽ ആ മൂക്കിൽ നിന്ന് മാത്രമായിട്ട് ഒരു കളർ വ്യത്യാസമുള്ള ഡിസ്ചാർജ് പിന്നെ ആ സൈഡിൽ മാത്രമായിട്ട് വേദനയൊക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് ഫോറിൻ ബോഡി ആവാതിരിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എൻഡോസ്കോപ്പി ചെയ്തത് കൺഫേം ചെയ്യുന്നതായിരിക്കും നല്ലത്.